الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ സെയ്ദുൽ മദ്ഖലി റഹിമഹുല്ല 9 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പ്രമുഖനായ ആലിമാണ് അബു മുഹമ്മദ് സെയ്ദ് ബിൻ മുഹമ്മദ് അൽ മദ്ഖലി റഹിമഹുല്ല. അദ്ദേഹം പറയാണ്, وليس من مقتضى الصحبة السكوت عن الخطأ الذي يقع من الصاحب والأخ. وليس من مقتضى الصحبة, കൂട്ടുകെട്ടിൻ്റെ ചങ്ങാത്തത്തിൻ്റെ താല്പര്യത്തിൽപ്പെട്ടതല്ല അസ്സുകൂതു അനിൽ ഖതഇ അല്ലദി യഖഉ മിന സ്സാഹിബി വൽ അഖ്, തൻ്റെ സഹോദരൻ തൻ്റെ കൂട്ടുകാരനിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾക്ക് മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക എന്നുള്ളത് കൂട്ടുകെട്ടിൻ്റെ താല്പര്യത്തിൽപ്പെട്ടതല്ല. കൂട്ടുകെട്ട് തേടുന്ന കാര്യമേ അല്ല അത്. തൻ്റെ സഹോദരന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് ശരിയല്ല. ബൽ അലൈഹി അൻ യുനബ്ബിഹ ഫൗറൻ, മറിച്ച് അവൻ പെട്ടെന്ന് തന്നെ ഉടനെ അതവനെ ഉണർത്തണം, അവൻ്റെ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് അവൻ്റെ ബാധ്യത. അല്ലാതെ തൻ്റെ സഹോദരനിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾക്ക് മൗനം പാലിക്കുക എന്നുള്ളത് കൂട്ടുകെട്ടിൻ്റെ താല്പര്യമല്ല. ഇസ്ലാമികമായ ഉഖുവ ഇസ്ലാമിയ, ഇസ്ലാമിക സാഹോദര്യം, സുഹ്ബ ഇസ്ലാമിയ, ഇസ്ലാമിക കൂട്ടുകെട്ടിൽ അതില്ല. മിണ്ടാതിരിക്കുക, തൻ്റെ സഹോദരന് തെറ്റ് സംഭവിക്കുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. وهذا هو الأخ الحقيقي والصاحب الصادق في صحبته. ഇവനാണ് തൻ്റെ കൂട്ടുകാരൻ്റെ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമ്പോൾ ഉടനെ തിരുത്തുന്നവനാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടുകാരൻ. അവനാണ് തൻ്റെ കൂട്ടുകെട്ടിൽ സത്യസന്ധത പാലിക്കുന്ന സാദിഖായ സാഹിബ്, സത്യസന്ധനായ കൂട്ടുകാരൻ. അമ്മല്ലദി യസ്കുത്, എന്നാൽ മിണ്ടാതിരിക്കുന്നവൻ, മൗനം പാലിക്കുന്നവൻ, തൻ്റെ കൂട്ടുകാരനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അത് പറയാതെ മിണ്ടാതിരിക്കുന്നവൻ, ഫഇന്നഹു മാ അറഫ മാ അലൈഹി മിനൽ ഹഖ് വൽ വാജിബി ലിഇഖ്വാനിഹിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, തൻ്റെ മുസ്ലിമായ സഹോദരങ്ങൾ, കൂട്ടുകാർ, സഹോദരിമാർ, അവരോടുള്ള ബാധ്യത, ഉത്തരവാദിത്തം തിരിച്ചറിയാത്തവനാണ്. തൻ്റെ കൂട്ടുകാരനോടുള്ള ബാധ്യത, മുസ്ലിമായ തൻ്റെ സഹോദരനോടുള്ള ബാധ്യത അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല. തെറ്റ് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവൻ, അവൻ തൻ്റെ മുസ്ലിമായ തൻ്റെ സഹോദരനോടുള്ള ബാധ്യത എന്താണ്, ഹക്കുകൾ എന്താണ്, ഉത്തരവാദിത്വങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാത്തവനാണ് എന്നാണ് സെയ്ദുൽ മദ്ഖലി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, തൻ്റെ കൂട്ടുകാരനിൽ നിന്നൊരു അബദ്ധം, ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ, അത് തിരുത്താൻ ശ്രമിച്ചാൽ നമ്മളുടെ ബന്ധം മുറിഞ്ഞു പോകുമോ എന്നാണ് പലരും പേടിക്കുന്നത്. എന്നാൽ ഇസ്ലാമികമായ സാഹോദര്യത്തിൽ, ഇസ്ലാമികമായ കൂട്ടുകെട്ടിൽ അങ്ങനെയല്ല. അവൻ്റെ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഈ തെറ്റിൽ തുടർന്നാൽ, അവനെ തിരുത്തിയിട്ടില്ലെങ്കിൽ അവന് നഷ്ടപ്പെടുന്നത് പരലോകമാണ് എന്ന് മനസ്സിലാക്കി അവനെ തിരുത്താൻ ശ്രമിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ ബന്ധം, അതാണ് യഥാർത്ഥ കൂട്ടുകെട്ട്, അതാണ് ഇസ്ലാമികമായ സാഹോദര്യം, കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. തൻ്റെ സഹോദരൻ്റെ തെറ്റ് കാണുമ്പോൾ നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി, അവനെ വഷളാക്കാതെ, അവൻ തിരുത്തണമേ എന്ന ആഗ്രഹത്തോടുകൂടി അവൻ തിരുത്തണം, അവൻ ആ തെറ്റിൽ നിന്ന് മാറണമെന്ന അതിയായ താല്പര്യത്തോടുകൂടി അവനെ ഉപദേശിക്കുന്നവനാണ്, ഉടനെ തന്നെ അവനെ തിരുത്തുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. എന്നാൽ തെറ്റ് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവൻ തൻ്റെ സഹോദരനോടുള്ള ബാധ്യത തിരിച്ചറിയാത്തവനാണ് എന്നാണ് സെയ്ദുൽ മദ്ഖലി റഹിമഹുല്ല പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തൻ്റെ സഹോദരൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ നസീഹത്തോടുകൂടി അവരെ തിരുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും തിരുത്തുകയാണെങ്കിൽ, നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ, നമ്മുടെ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കാൻ, ആ ഉപദേശിച്ചതിൻ്റെ പേരിൽ അവനോട് നന്ദി പറയാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അങ്ങനെ പരസ്പരം തിരുത്തി, പരസ്പരം ഉപദേശിച്ചുകൊണ്ട്, നസീഹത്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.